ഹായ് എവരി വൺ, സ്പോക്കൺ ഹിന്ദിയുടെ നമ്മുടെ 17ാമത്തെ ക്ലാസ് അല്ലേ? 17ാമത്തെ ക്ലാസ് ആണ്. നമ്മളിപ്പോൾ എന്താണ് പഠിക്കുന്നത്? അത്യാവശ്യം ഗ്രാമറിലും അതുകൂടാതെ സിറ്റുവേഷനിൽ നമ്മൾ തെറ്റുകൂടാതെ എങ്ങനെ ഹിന്ദി സംസാരിക്കാം അല്ലേ? തെറ്റാതെ നമുക്ക് ഹിന്ദി സംസാരിക്കണം. സെൻറ്റൻസുകൾ പിന്നെ നമുക്ക് ആദ്യം എന്താ അറിഞ്ഞിരിക്കണം? നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. അപ്പം ഫൗണ്ടേഷൻ അറിഞ്ഞുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കാം, അത് ഏത് സിറ്റുവേഷനും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ്, ഫുള്ളായിട്ട് കാണണം. നമുക്ക് നോക്കാം. ഉസ്ക, ഉസ്കെ, ഉസ്കി അല്ലേ? വഹ് പ്ലസ് കാ, വഹ് പ്ലസ് കെ അതൊക്കെ വിട്. നമുക്ക് ഉസ്ക, ഉസ്കെ, ഉസ്കിയുടെ അർത്ഥം അറിയണം. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ, അവളുടെ, അതിൻ്റെ. ഈ മൂന്നിനും നമുക്ക് ഉസ്ക ഉപയോഗിക്കാം, ഉസ്കെ ഉപയോഗിക്കാം, ഉസ്കി ഉപയോഗിക്കാം. മൂന്നിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ, അവളുടെ, അതിൻ്റെ. ക്ലിയർ? അതറിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ക, ഇസ്കെ, ഇസ്കി സുഖമായിട്ട് സംസാരിക്കാൻ പറ്റും. എന്നർത്ഥം ഇവൻ്റെ, ഇവളുടെ, ഇതിൻ്റെ. ഓക്കെ, എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് ഞാൻ താഴെ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഉൻക, ഉൻകെ, ഉൻകി. എന്താ അർത്ഥം? അവരുടെ അല്ലെങ്കിൽ അവയുടെ. ഓക്കെ, അവരുടെ അല്ലെങ്കിൽ അവയുടെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ മൂന്നർത്ഥം വന്നിട്ടുണ്ട് അല്ലേ? ഉസ്ക എന്ന് പറഞ്ഞാൽ അത് അവനാവാം, അവളാവാം. ഓക്കെ, ഉസ്കെ എന്ന് പറഞ്ഞാൽ അവനാവാം, അവളാവാം. ഉസ്കി എന്ന് പറഞ്ഞാൽ അവനാവാം, അവളാവാം, അല്ലെങ്കിൽ അതിൻ്റെ ആവാം. ഈ മൂന്നിനും അതുപോലെ തന്നെയാണ് ഇസ്ക, ഇസ്കെ, ഇസ്കിയുടേതും. ഓക്കെ, ഇതിൻ്റെ, ഇവൻ്റെ, ഇവളുടെ. ഈ മൂന്നിനെ നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം, തെറ്റില്ലാതെ നമുക്ക് എങ്ങനെ പറയണം അല്ലേ? നോക്കാം നമുക്ക്. ഇൻക, ഇൻകെ, ഇൻകി. ഉൻക, ഉൻകെ, ഉൻകി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക, ഇൻകെ, ഇൻകി പറയാൻ പറ്റും. ഒറ്റ സ്ലൈഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒറ്റ എക്സാമ്പിളിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇൻക, ഇൻകെ, ഇൻകി ഇവരുടെ അല്ലെങ്കിൽ ഇവയുടെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉസ്ക, ഉസ്കെ, ഉസ്കിയുടെ അർത്ഥം എന്താണ്? അവൻ്റെ ആവാം, അവളുടേതാവാം, അതിൻ്റേതാവാം. ഓക്കെ, ബായി അറിയാം എന്താണ്? പുല്ലിംഗം ഏകവചനമാണ്, ഒരു പുല്ലിംഗ ശബ്ദമാണ് ബായി. ഓക്കെ, ഉസ്ക ബായി കാ നാം ക്യാ ഹെ? ഉസ്ക ബായി കാ നാം ക്യാ ഹെ? ഓക്കെ, ഇവിടെ എന്തായി? അവൻ്റെ സഹോദരനാവാം. അത് ഞാനിപ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അദ്ദേഹം അല്ലെങ്കിൽ അവനാവാം, അവളാവാം. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഉസ്ക ബായി എന്ന് ഉപയോഗിക്കും. ബായി ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, അതൊരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദം എന്താണോ അത് നോക്കിയിട്ട് നമ്മൾ ഈ ഉസ്ക, ഉസ്കെ, ഉസ്കി ഉപയോഗിക്കും. ഇവിടെ ബായി വന്നു, ഉസ്ക വന്നു. ഈ ഉസ്കയുടെ അർത്ഥം എന്താണ്? അവൻ്റെ സഹോദരനാവാം അല്ലെങ്കിൽ അവളുടെ സഹോദരനാവാം. രണ്ട് പറഞ്ഞാൽ നമ്മൾ ഉസ്ക ബായി എന്നാണ് പറയാം. കാരണം എന്താണ്? അത് അവനായിക്കോട്ടെ, അവളായിക്കോട്ടെ. അതുകൊണ്ട് ഉസ്ക, ഉസ്കി എന്നൊന്നും പറയരുത്. അവനായതുകൊണ്ട് ഉസ്ക, അവളായതുകൊണ്ട് ഉസ്കി എന്നൊന്നും പറഞ്ഞ് പഠിക്കരുത്. തെറ്റാണ്, ബ്ലണ്ടറാണ്. എങ്ങനെ നമ്മൾ പറയാ? ബായി വന്നുകൊണ്ട് ഉസ്ക ബായി, അവൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അവളുടെ സഹോദരൻ. രണ്ടിനും നമ്മൾ ഉസ്ക ബായി എന്ന് പറയും. ബായിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉസ്ക ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ സഹോദരൻ നമ്മളെങ്ങനെ പറയും? അല്ലെങ്കിൽ ഇവളുടെ സഹോദരൻ എന്ന് പറയും ഇസ്ക ബായി. ഒറ്റ നിലയിൽ നമുക്ക് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഇസ്ക എന്ന് ഉപയോഗിച്ച് നോക്ക്. ഇസ്ക ബായി എന്ന് ഇവിടെ ഇസ്കൊക്കെ പകരം നമ്മൾ ഇസ്ക ഉപയോഗിച്ചാൽ എന്തായി? സെൻറ്റൻസ് ഇവൻ്റെ എന്നായി അല്ലേ? ഇസ്ക ഉപയോഗിച്ചു, അപ്പം എന്തായി? ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ അല്ലേ? എന്തായി മാറും? ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ. ഓക്കെ, ഇസ്ക ബായി, ഇവൻ്റെ സഹോദരൻ്റെ പേര് അല്ലെങ്കിൽ ഇവളുടെ സഹോദരൻ്റെ പേര്. വളരെ വ്യക്തം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഓക്കെ, പഴയതുപോലെ വന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അതെന്താണോ, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. ഉസ്കെ ബേട്ടെ. ഇവിടെ ബേട്ടെ എന്ന് പറഞ്ഞു. ബേട്ടെ എന്താണ് നിങ്ങൾക്കറിയാം, ഒരു പുല്ലിംഗം ബഹുവചനമാണ്. അതുകൊണ്ട് ഉസ്കെ ബേട്ടെ എന്ന് പറഞ്ഞു. അതിപ്പോൾ അവൻ്റെതായിക്കോട്ടെ, മകൻ 2 മക്കളായിക്കോട്ടെ, അവളുടെ 2 മക്കളായിക്കോട്ടെ, ഉസ്കെ ബേട്ടെ. ഓക്കെ, ഉസ്കി ബേട്ടിയാം. ബേട്ടിയാം എന്താണ്? ഒരു എന്താണ്? സ്ത്രീലിംഗം ബഹുവചനമാണ്. അപ്പോൾ സ്ത്രീലിംഗം ബഹുവചനത്തിലും സ്ത്രീലിംഗം ഏകവചനത്തിലും നമ്മൾ എന്ത് ചെയ്യും? ഉസ്കി എന്ന് ഉപയോഗിക്കും. ഉസ്കി ബേട്ടിയാം, അവൻ്റെതാവാം, അവളുടേതാവാം, പെൺമക്കൾ. ഓക്കെ, അപ്പോൾ ഉസ്ക, ഉസ്കെ, ഉസ്കി പഠിച്ചാൽ നമുക്ക് ഇസ്ക, ഇസ്കെ, ഇസ്കി പറയാൻ പറ്റും. ഉസ്കെ പിതാജിക്കോ ക്യാ ഹോ ഗയാ? ഉസ്കെ പിതാജിക്കോ ക്യാ ഹോ ഗയാ? അപ്പോൾ പിതാജി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കും. അപ്പോൾ ഉസ്കെ വരും.
ठीक है, അവിടെ ഉസ്കാ പിതാജി അല്ലെങ്കിൽ ഉസ്കി പിതാജി എന്നൊന്നും പറയരുത്. പിതാജി നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അച്ഛൻ, മാമൻ, ചാച്ച, താവു, എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഉസ്കെ എന്ന് തുടങ്ങണം. ഓക്കെ, സെൻറ്റൻസ് പറയുന്നത് എങ്ങനെയാണ് ഇരിക്കണം, ഉസ്കെ പറഞ്ഞ് തുടങ്ങണം. ഉസ്കെ പിതാജിക്കോ ക്യാ ഹോ ഗയാ, എന്താ അവൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു. ഓക്കെ, അവൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു. അവളുടെ അച്ഛൻ എന്ന് പറയണമെങ്കിലോ ഉസ്കെ പിതാജിക്കോ ക്യാ ഹുവാ. ഓക്കെ, അവളുടെ അച്ഛൻ എന്ത് സംഭവിച്ചു. സെയിം ഇസ്ക ഉപയോഗിച്ച് നോക്കും നമ്മൾ. ഇസ്ക എന്ന് പകരം നമ്മൾ എന്തൊരു ഇസ്കെ ഉപയോഗിക്കും. ഓക്കെ, ഇസ്കെ പിതാജി ഇവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ, ഇസ്കെ പിതാജി. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് ഉസ്ക, ഉസ്കെ, ഉസ്കി, മൂന്നിൻ്റെ അർത്ഥം എന്താണ്, ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, അവൻ്റെ, അവളുടെ, അതിൻ്റെ. ഇസ്ക, ഇസ്കെ, ഇസ്കി, ഇവൻ്റെ, ഇവളുടെ, ഇതിൻ്റെ. ഓക്കെ, അത് പഠിച്ചു. ഇനി ഉസ്കി എങ്ങനെ വരുക അല്ലേ, ഉസ്ക, ഉസ്കെ നമുക്ക് ക്ലിയറായി. ഉസ്കി എങ്ങനെ വരും, തൊട്ടടുത്ത ശബ്ദം എന്താണ്, സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ ഉസ്കി ഉപയോഗിച്ചോ. അത് പറയുന്ന ആളാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതൊന്നും നമുക്കറിയണ്ട. സ്ത്രീയാണോ, സ്ത്രീലിംഗ ശബ്ദമാണോ, ഉസ്കി ബഹൻ. ठीक है, उसकी बहन क्या करती है, അവൻ്റെ സഹോദരി എന്താണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും അവനെക്കുറിച്ചല്ലേ പറയുന്നത്, അപ്പോൾ ഉസ്ക പറയണ്ടേ. അല്ല, ബഹൻ വന്നുകൊണ്ട് ഉസ്കി വരും. ഉസ്കി ബഹൻ ക്യാ കർത്തി ഹെ, അവൻ്റെ ബ്രദർ എന്ത് ചെയ്യുന്നു. ഇതേ മറിച്ച് ഒരു സ്ത്രീയുടെ സഹോദരി എന്ന് പറയണം, ഉസ്കി ബഹൻ ക്യാ കർത്തി ഹെ അല്ലേ, ഉസ്കി ബഹൻ ക്യാ കർത്തി ഹെ, അവളുടെ സഹോദരി എന്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്ക്, ഇവിടെ ക്യാ കർത്തി ഹെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്യാ കർത്തി ഹെ, എന്തുകൊണ്ട് വന്നു കർത്തി ഹെ, എന്തുകൊണ്ട് കർത്തി ഹെ വന്നു, ബഹന എന്ന് പറയുന്നത് ബഹനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അവൻ്റെ വന്നു, പക്ഷേ ഇവിടെ കർത്തി ഹെ എന്ന് വന്നു. കാരണം എന്താണ്, ഈ ബഹനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് കർത്തി ഹെ എന്ന് വന്നത്. അപ്പോൾ ഉസ്കി ബഹൻ ക്യാ കർത്തി ഹെ, അവൻ്റെ സഹോദരി എന്ത് ചെയ്യുന്നു. ഉസ്കി ബഹൻ ക്യാ കർത്തി ഹെ, അവളുടെ സഹോദരി എന്ത് ചെയ്യുന്നു. രണ്ടിനും നമ്മളൊരു ന്യൂട്രൽ സെൻറ്റൻസ് അല്ലേ, വളരെ വ്യക്തം. സംശയമുണ്ടോ. അടുത്ത നമുക്ക് നോക്കാം, ഉൻക, ഉൻകെ, ഉൻകി പഠിച്ചാൽ നമുക്ക് ഇൻക, ഇൻകെ, ഇൻകി പറയാൻ പറ്റും. ഉൻക, ഉൻകെ, ഉൻകിയുടെ അർത്ഥം എന്താണ്, അവരുടെ അല്ലെങ്കിൽ അവയുടെ എന്താണ്. ഓക്കെ, അപ്പോൾ ഇൻക, ഇൻകെ, ഇൻകിയുടെ എന്താണ്, ഇവരുടെ അല്ലെങ്കിൽ ഇവയുടെ. ഓക്കെ, ഉൻക ബായി കാ നാം ക്യാ ഹെ, അവരുടെ സഹോദരൻ്റെ പേരെന്താണ്, ഉൻക ബായി. ബായി വന്നു, പുല്ലിംഗം വന്നു, ഏകവചനം വന്നു, ഉൻക വന്നു. ടീക്കെ, ഉൻക ബായി കാ നാം ക്യാ ഹെ, അവരുടെ സഹോദരൻ്റെ പേര് എന്താണ്. ഓക്കെ, നോക്കാം. നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഉൻക എന്ന് പറയില്ല, നമ്മളെപ്പോഴും ഉൻകെ എന്ന് തന്നെ പറയണം. കാരണം എന്താ അറിയാം, ഇല്ല കറക്റ്റാണ്, സോറി കറക്റ്റ്. അവിടെ നമ്മൾ പുല്ലിംഗ ശബ്ദമാണെങ്കിൽ ഇവിടെ ഇതിൽ കറക്റ്റ് തന്നെ. ഇപ്പോൾ ഇവിടെ ബേട്ട വന്നു. ഓക്കെ, ബേട്ട നിങ്ങൾക്കറിയാം പുല്ലിംഗ ശബ്ദമാണ്. ബട്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടില്ല, അതാണ് ഞാൻ ഇതിൽ മാറ്റാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഇതിൽ തന്നെ പറഞ്ഞുതരാം. ഇവിടെ ബേട്ട വന്നിട്ടുണ്ടെങ്കിൽ ഉൻകെ ബേട്ട, ഉൻകെ ബേട്ടെ എന്നാ വരും. ഓക്കെ, ഉൻകെ ബേട്ടെ എന്നായി മാറും. ഓക്കെ, അപ്പം ബേട്ട ആ മാത്രയിൽ പുല്ലിംഗ ശബ്ദം ഉണ്ടെങ്കിൽ ഉൻകെ എന്നായി മാറും. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഉൻക ബായി, ഉൻകെ ബേട്ടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. ഉൻക ബേട്ടേനെ, നേ വന്നുമല്ലോ, നേ എന്ന് പറഞ്ഞാലൊരു പ്രിപ്പോസിഷൻ വന്നാൽ ഉൻകെ ബേട്ടേനെ എന്ന് പറഞ്ഞിട്ട് പഠിക്കണം. ഓക്കെ, ഉൻകി ബഹൻ ക്യാ കർത്തി ഹെ, ഉൻകി ബഹൻ ക്യാ കർത്തി ഹെ, അവരുടെ സഹോദരി എന്താണ് ചെയ്യുന്നത്. ബഹൻ ഒരു സ്ത്രീലിംഗ ശബ്ദം, ഉൻകി വന്നു, ഉൻകി ബേട്ടി, ബഹൻ ക്യാ കർത്തി ഹെ, ഉൻകി ബേട്ടി ക്യാ കർത്തി ഹെ, അവരുടെ സഹോദരി എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ഉൻകി ബേട്ടി അവരുടെ മകൾ. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുവാണ്. അപ്പോൾ വേറൊരാൾ പറയാണ്, യാർ ഉൻകി ബേട്ടി ഏക് ഡോക്ടർ ഹെ, അവരുടെ പുത്രി. അപ്പോൾ ഈ അവർന്ന് നമ്മളിവിടെ എന്ന് ഉപയോഗിച്ചത് എൻ്റെ അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാളല്ലല്ലോ, പക്ഷേ നമ്മൾ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഉൻക, ഉൻകെ, ഉൻകി ഉപയോഗിക്കും, ഡിപ്പെൻഡ് അപ്പോൺ നെക്സ്റ്റ് വേർഡ്. ഓക്കെ, അപ്പോൾ ഉൻകി ബഹൻ ക്യാ കർത്തി ഹെ, അവരുടെ സഹോദരി എന്താണ് ചെയ്യുന്നത്. നമുക്ക് ഉൻകി പകരം എനിക്ക് ഉപയോഗിച്ച് നോക്കൂ, ഇൻകി ബേട്ടി. ഓക്കെ, അല്ലെങ്കിൽ ഇൻകി ബഹൻ. അപ്പോൾ ഉൻക, ഉൻകെ, ഉൻകി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകി പറഞ്ഞൂടെ, പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്, തെറ്റാതെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഉൻകെ പിതാജി, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉസ്കെ പിതാജി, അതുപോലെ തന്നെയാണ് ഉൻകെ പിതാജി കോ ക്യാ ഹോ ഗയാ, അവരുടെ അച്ഛന് എന്ത് സംഭവിച്ചു. ടീക്കെ, ഉൻകെ പിതാജി കോ ക്യാ ഹുവാ, അവരുടെ അച്ഛൻ എന്ത് സംഭവിച്ചു. ഓക്കെ, അപ്പം പിതാജി വന്നു, അപ്പോൾ ഉൻകെ വന്നു.
ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത് സംഭവം അറിഞ്ഞാൽ ഉസ്ക ഉസ്കെ ഉസ്കി പഠിച്ചാൽ ഇസ്ക ഇസ്കെ ഇസ്കി പറയാൻ പറ്റും. ഓക്കെ, ഉൻക ഉൻകെ ഉൻകി പഠിച്ചാൽ ഇൻക ഇൻകെ ഇൻകി പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ റൂൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാലേ സെൻറ്റൻസ് പറയുന്നത് തെറ്റാതെ പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്ത് പറയണം? തൊട്ടടുത്ത ശബ്ദം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉസ്ക ഉസ്കി ഉസ്കി ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ, അവൻ്റെ, അവളുടെ. ഓക്കെ, ഇനി അത് വിചാരിക്കരുത് അവനാണല്ലേ അപ്പം ഞാൻ ഉസ്ക പറയാം, അങ്ങനെ പറയരുത്. അവൻ പെണ്ണല്ലേ അപ്പോൾ ഉസ്കി പറയരുത്, തെറ്റാണ്. ഓക്കെ, അതാണ് നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. ഹിന്ദി പറയുമ്പോൾ അതാണ് നിങ്ങൾ പെട്ടെന്ന് ബബബായി പോകുന്നത്. പറഞ്ഞു നിൽക്കുമ്പോൾ പകുതിക്ക് നിൽക്കും, അങ്ങനെ പറ്റരുത്. ഓക്കെ, നമുക്ക് പുതിയ ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും